ഇവൻ ടി വി എസിൻ്റെ ഒരു R15 തന്നെയാണ് കേട്ടോ. 125cc നമ്മൾ കണ്ടു വരാത്തൊരു ടൈപ്പ് ഡിസൈൻ, നല്ല സ്റ്റൈലിഷ്. ആ സാറേ, ഹായ് ഗൈസ്, മോട്ടോർ ഡെലിവറി എന്ന് പറയുന്ന എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കിടില ഒരു ബൈക്കിൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് വിചാരിക്കുന്ന ഒരു പുതിയ ബൈക്കിൻ്റെ റിവ്യൂ ചാനൽ തുടങ്ങണമെന്ന്. അപ്പോൾ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കമൻറ്റ് ചെയ്യുന്നു. അതായത് ഡെലിവറിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ബൈക്ക്, എന്നാൽ അത്യാവശ്യം നിങ്ങൾ പുതിയൊരു ബൈക്ക് വാങ്ങിക്കാൻ നോക്കുന്നവർ, എന്നാൽ അവർക്ക് നല്ല സ്റ്റൈൽ വേണം, അത്യാവശ്യം നല്ല പവർ വേണം, എന്നാൽ അതിലുപരി ഇപ്പോഴത്തെ പെട്രോളിൻ്റെ റേഞ്ചിന് നമുക്ക് നല്ലൊരു മൈലേജും കിട്ടണം. അപ്പോൾ അങ്ങനെ ഒരു ബൈക്ക് ഉണ്ട് പോകുന്ന ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫൈനലി അങ്ങനെ ഒരു കിടിലം ബൈക്കായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം കമ്മ്യൂട്ടർ സെഗ്മെൻറ്റിലുള്ള ഇവൻ ഒരു അഡാറ റൈഡറാണ് കേട്ടോ. യെസ് ഗൈസ്, നിങ്ങൾ കേട്ട കറക്റ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ TVS റൈഡർ 125 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബൈക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി നമുക്ക് വണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന കൊട്ടാരയ്ക്കുള്ള SS TVS ഷോറൂമിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് TVS വണ്ടിയായിട്ട് ബന്ധപ്പെട്ട ബുക്കിങ്ങോ ടെസ്റ്റ് ഡ്രൈവോ എന്ത് കാര്യങ്ങൾക്ക് വേണമെങ്കിലും നമുക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അധികം സമയം കളയാൻ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഇവൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇവൻ്റെ ഫ്രണ്ടിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ വണ്ടിയുടെ ഈ ഹെഡ്ലൈറ്റ് തന്നെയാണ് കേട്ടോ. അപ്പം ഹെഡ്ലൈറ്റ് വിത്ത് ഇൻറ്റഗ്രേറ്റഡ് DRലാണ് വന്നേക്കുന്നത്. അതായത് ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് തന്നെ. കിടിലം വെളിച്ചമുള്ളൊരു DRലാണ് കൊടുത്തിരിക്കുന്നതാണ്. ഇത് നമ്മളിപ്പോൾ ഏതൊരു വണ്ടിയാലും ഇവനെ റിയർ വ്യൂ മിററിൽ കണ്ടിന് ഒന്ന് ഡൗട്ട് അടിക്കും കേട്ടോ, ഇത് ഏത് ബൈക്കാണെന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു DRലാണ്. ഇപ്പം നമ്മൾ നല്ല വെയിലുള്ളൊരു ലൊക്കേഷനിലാണ് കേട്ടോ നിൽക്കുന്നത്. എന്നിട്ട് പോലും ഇത് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഇന്ത്യൻ ഫ്ലാഗ് കൊടുത്തത് എന്തിനാണ് സൂചിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ TVS മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുന്നത് സിമ്പിളായിട്ടാണ് ഒരു ഇന്ത്യൻ ഫ്ലാഗ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു നോർമൽ LED അല്ല, സാധാ ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്പർ പ്ലേറ്റിൻ്റെ ഓൾറെഡി ഇത് രജിസ്റ്റേർഡ് അല്ലാത്ത വണ്ടിയാണ്, അപ്പോൾ ഇത് ടെസ്റ്റ് ഡ്രൈവ് ബൈക്കാണ്. നമ്പർ പ്ലേറ്റിൻ്റെ ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ TVSൻ്റെ ലോഗോ, താഴെ ഈ വണ്ടിയുടെ സ്പെഷ്യൽ അതായത് റൈഡർ എന്നുള്ള സിമ്പിൾ കാണിക്കുന്ന രീതിയിലുള്ള ഒരു R-ൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെയിം ബോഡി കളർ തന്നെ മാച്ച് ചെയ്യുന്ന ഒരു എന്താ പറയുന്നത് മഡ് ഗാർഡാണ് കൊടുത്തിരിക്കുന്നത്, യെല്ലോയും ബ്ലാക്കും മിക്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും ഒരു വണ്ടിയിൽ ബേസിക്കായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക് ബ്രേക്കുള്ള മോഡൽ തന്നെ ചൂസ് ചെയ്യുക. അത് പറയാം, നമുക്ക് എന്തായാലും മുന്നോട്ട് പോകുമ്പോൾ പറയാം. പിന്നെ സൈഡ് വശങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ TVSൻ്റെ തന്നെ ഒരു കിടില ലോഗോ കൊടുത്തിട്ടുണ്ട്. ഫോർഡ് മസ്റ്റാങ്കിലൊക്കെ വരുന്നിട്ടുള്ളൊരു ലോഗോ ആണ്. TVSൻ്റെ ഒരു കിടിലും ലോഗോ കൊടുത്തിട്ടുണ്ട്. വിത്ത് യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് കേട്ടോ ഇതിൻ്റെ ഫ്യൂവൽ ടാങ്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ ഇവൻ്റെ ഈ ടാങ്ക് തന്നെ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഫ്യൂൽ ടാങ്കാണ്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് വീഡിയോയിൽ കാണുന്ന പോലെയല്ല ഈ ബൈക്ക് നേരിട്ട് കാണുമ്പോൾ കുറച്ച് കുഞ്ഞനാണ്. പക്ഷേ എനിക്ക് ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അത്യാവശ്യം നല്ല സ്പോർട്ടിയും നല്ല വലിപ്പമുള്ളൊരു ഫ്യൂൽ ടാങ്ക് തന്നെയാണ് വരുന്നത്. 10 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഫ്യൂൽ ടാങ്കാണ് വരുന്നത്. അപ്പം നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ ഉള്ളൊരു പൊസിഷൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന ഇവൻ്റെ ഫ്യൂൽ ടാങ്ക് തന്നെയാണ് കേട്ടോ. വളരെ വൈഡായിട്ടുള്ളൊരു ഫ്യൂൽ ടാങ്കാണ്. പ്രത്യേകിച്ച് 125cc നമ്മൾ കണ്ടുവരാത്തൊരു ടൈപ്പ് ഡിസൈനാണ്. നല്ല സ്റ്റൈലിഷും സ്പെക്സിയും സ്പോർട്ടി ആയിട്ടുള്ളൊരു ഫ്യൂൽ ടാങ്ക് തന്നെയാണ് വരുന്നത്. ഫ്യൂൽ ടാങ്കിൻ്റെ ഈ ഒരു ക്ലാഡിങ് ഇതേപോലെ ഇവിടെ താഴെ ഫ്രണ്ട് വരെ പോകുന്നുണ്ട് കേട്ടോ. ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. നല്ല വലിപ്പമുള്ള ടാങ്ക് തന്നെയാണ് കൊടുത്തത്. പിന്നെ ഇവൻ്റെ മെയിൻ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഈ TFT ഡിസ്പ്ലേ ആണ്. നമ്മളെ ഡ്രം മോഡലിൽ ഇതിൽ നെഗറ്റീവ് LED ഡിസ്പ്ലേ ആണ് വരുന്നത്. നെഗറ്റീവ് LED ഡിസ്പ്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ TFT പോലെ തന്നെ കളർഫുൾ തന്നെയാണ്. മാക്സിമം ഈ സെഗ്മെൻറ്റിൽ കൊണ്ടുവരാൻ പറ്റുന്ന എല്ലാ ഫീച്ചേഴ്സും ഇത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇപ്പം എന്താ ഒരു റെഡ് കളറിൽ അതായത് സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്ററിൻ്റെ ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഒരു രണ്ട് ട്രിപ്പുകൾ വരുന്നുണ്ട്. ട്രിപ്പ് A യും B യും. നമ്മുടെ പ്രശ്നമാണ് ട്രിപ്പ് B. പിന്നെ വരുന്നത് റേഞ്ചാണ് കേട്ടോ. അതായത് എത്ര മൈലേജ് ആവറേജ് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആവറേജ് കൊടുത്തിട്ടുണ്ട്. അപ്പം റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാങ്കിൽ എത്ര ഫുൾ നമ്മൾ വണ്ടി ഓടാൻ സാധിക്കും. പക്ഷേ ഈ വണ്ടി നമുക്കിപ്പോൾ കിട്ടിയ ടെസ്റ്റ് ഡ്രൈവ് ബൈക്കാണ്. അപ്പോൾ അതിൽ കുറച്ച് ഫ്യൂൽ ആഡ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. പിന്നെ ഇവിടെ ഒരു ടൈം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ MTയിലാണ് കിടക്കുന്നത്. പിന്നെ ഏത് മോഡിലാണ് കിടക്കുന്നത് എന്നുള്ള പവർ PWR ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കമ്പ്യൂട്ടർ ബൈക്കിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഏത് ബൈക്കിനാലും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് മൊബൈൽ ചാർജിങ് പോർട്ട്. അപ്പോൾ എന്താണ്ടേ ഒരു മൊബൈൽ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ നമുക്ക് പിന്നെ ഇവൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അപ്പം ഹെഡ്ലൈറ്റും ഇതിൻ്റെ ഡിസ്പ്ലേയും നമ്മുടെ ഈ ടാങ്കും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സ്പോർട്ട്നെസ് ഫീൽ ചെയ്യുന്ന സംഭവം ഇവൻ്റെ ഈ ഹാൻഡിൽ ബാറാണ് കേട്ടോ. അപ്പോൾ നിങ്ങളായിരിക്കും ഈ പ്ലെയിൻ ഹാൻഡിൽ ബാറിൽ എന്തോ സ്പോർട്ട്നെസ് എന്ന്, പക്ഷേ അത് ഈ വണ്ടി ഓടിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇതിൻ്റെ ഈ എഞ്ചിൻ്റെ ഒരു റിഫൈൻമെൻറ്റും അതേപോലെ ഇതിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ്സും ഈ ഹാൻഡിലും എല്ലാം അതിൻ്റെ ഒരു പങ്കാണ്. ഒരു വൈബ്രേഷനും കാര്യങ്ങളും ഈ വണ്ടിയിൽ വരുന്നില്ല. അപ്പം
ഹാൻഡിൽ നോക്കുവാണെങ്കിൽ അത്യാവശ്യം സ്പോർട്ടി ആയിട്ടുള്ള അപ്പാച്ചിലൊക്കെ വരുന്ന ടൈപ്പ് പണ്ടത്തെ വന്നുകൊണ്ടിരുന്ന ഒരു സ്പോർട്ട്നെസ് ഉള്ളൊരു ഹാൻഡിലാണ് വന്നേക്കുന്നത്. ഇവിടെ നമ്മുടെ ഡിസ്ക് ബ്രേക്ക് ആണ്ട് അതിൻ്റെ ഒരു കാലിപ്പർ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ 2 സ്വിച്ചസാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ സാധാ വണ്ടികളെ പോലെയല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഇത് എൻജിൻ കിൽ സ്വിച്ച് ആണ്. പക്ഷേ എൻജിൻ കിൽ സ്വിച്ച് അല്ല, ഇത് താണ്ടെ എക്കോ ആൻഡ് പവർ, ഈ 2 മോഡ് സൂചിപ്പിക്കുന്നതാണ്. പിന്നെ വരുന്നത് ഒരു കോംബി ബ്രേക്ക് സിസ്റ്റം ആണ് കേട്ടോ. അപ്പോൾ അത് കോംബി ബ്രേക്ക് സിസ്റ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഈ വണ്ടി ഫ്രണ്ട് ബ്രേക്ക് മാത്രമേ പിടിക്കുന്നുള്ളെങ്കിൽ പോലും റിയറും കൂടെ അപ്ലൈഡ് ആവും. അതേപോലെ ബാക്ക് മാത്രം ഞാൻ പിടിക്കും. ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ കൈ ഇവിടെ കാണിക്കാം. അപ്പം ബാക്ക് ബ്രേക്ക് ചവിട്ടുന്നത് കണ്ടോ, ഇവിടെ കോംബി ബ്രേക്ക് എന്ന് പറഞ്ഞ കാലിപ്പർ ഇവിടെ അറ്റാച്ച്ഡ് ആണ്. അപ്പം ബാക്ക് മാത്രം ഞാൻ ഇപ്പം എന്താ ചവിട്ടുന്നുള്ളൂ. ഫുൾ കാണിക്കാം. എൻ്റെ കൈ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ബാക്ക് മാത്രം ചവിട്ടിയാൽ പോലും ഫ്രണ്ട് ലിവർ കൂടെ, അപ്പം ബാക്ക് മാത്രം ചവിട്ടിയാൽ പോലും ഫ്രണ്ട് ബ്രേക്കും അപ്ലൈഡ് ആവുന്നുണ്ട്. ഫ്രണ്ട് ലിവർ അധികം അനങ്ങത്തില്ല, പക്ഷേ ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈഡ് ആവുന്നുണ്ട്. അതാണ് ഒരു കോംബി ബ്രേക്ക് സിസ്റ്റം. അത് ആദ്യമായിട്ട് ഈ സെഗ്മെൻറ്റിൽ കൊണ്ടുവന്ന TVS ആണ് കേട്ടോ. പിന്നെ അത്യാവശ്യം വൈഡായിട്ടുള്ളൊരു റിയർ വ്യൂ മിററാണ് വരുന്നത്. ഇത് രണ്ടും അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ഓവലൊന്നുമല്ല കൊടുത്തേക്കുന്നത്, നല്ല സ്പോർട്ട്നെസ് ഉള്ളൊരു മിററും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വണ്ടി വന്നിരിക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ഡിമ്മും ബ്രൈറ്റിൻ്റെ 2 സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പാസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്വിച്ചസും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തത്. പിന്നെ ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് റൈറ്റ്, പിന്നെ ഒരു ഹോണ്ട സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലച്ച് നോക്കുവാണെങ്കിൽ ക്ലച്ചും ഇതും ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ക്ലച്ച് അതും ഒരു സിൽവർ കളർ ഒരു സ്പോർട്ട്നെസ് കൊടുക്കുന്നുണ്ട്. വിത്ത് ഈ ബ്ലാക്ക് സിൽവറും നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ എന്താ ക്ലച്ച് അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്. ഈ ക്ലച്ച് വളരെ സ്മൂത്തായിട്ടാണ് തോന്നിയത്. എന്നാൽ അധികം ഹാർഡും അല്ല അധികം ലൈറ്റും അല്ല, അത്യാവശ്യം സ്മൂത്തായിട്ടൊരു ക്ലച്ച് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഹോൺ അത്യാവശ്യം സൗണ്ടുള്ള ഹോണൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചാർജിങ് പോർട്ട് വേണം. അപ്പോൾ നമുക്ക് ചാർജിങ് പോർട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് നോക്കാം കേട്ടോ. It was at this moment that he knew. He fucked up. 12 seconds later. നമുക്ക് ജസ്റ്റ് മൊബൈൽ ഫോൺ ചാർജ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്യാൻ നേരമാണ് പോലീസുകാർ വന്നത് കേട്ടോ. അപ്പം വേഗം കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ആണ് നോക്കാം. അപ്പം 18 മിനിറ്റും കൂടെ ആണ് കാണിക്കുന്നത്. അപ്പം ഇപ്പോൾ 90% എൻ്റെ ഫോൺ കിടക്കുന്നതാണ്. അപ്പം 5 വോൾട്ട് 2 ആമ്പിയറിൻ്റെ ചാർജർ തന്നെയാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം ഫാസ്റ്റ് ചാർജിങ് ആണ്. നമ്മളൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ മസ്റ്റായിട്ടും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് നമ്മൾ വെക്കേണ്ട ഒരു സാധനമാണ് മൊബൈൽ ഫോൺ ഹോൾഡർ. അതായത് നമ്മുടെ വണ്ടി പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മൊബൈൽ ഫോൺ. അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ എപ്പോഴും അലൂമിനിയത്തിൻ്റെ തന്നെ മൊബൈൽ ഹോൾഡർ വെക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ 200 രൂപ തൊട്ടുള്ള അലൂമിനിയത്തിൻ്റെ മൊബൈൽ ഹോൾഡറിൻ്റെ ലിങ്കുകളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സൈഡിൽ നേരത്തെ പറഞ്ഞ TVSൻ്റെ ലോഗോ, താഴെ നമ്മൾ പണ്ട് അപ്പാച്ചിയിൽ ആദ്യമായിട്ട് കണ്ടുവന്നൊരു സംഭവം കേട്ടോ. ഈ താഴെ ഇതിൻ്റെ ഒരു സ്പോർട്ട്നെസ് കൂട്ടുന്നൊരു എലമെൻ്റ് ഉണ്ട്. താഴെ ഒരു സ്കൂപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് വണ്ടിയുടെ ബോഡി കളർ തന്നെയാണ് യെല്ലോ കൊടുത്തേക്കാണ്. പിന്നെ എഞ്ചിൻ അത്യാവശ്യം ഈ ഭാഗമെല്ലാം വളരെ ക്ലീൻ ആയിട്ട് തന്നെ പാക്ക് ചെയ്ത് ഓപ്പൺ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. ഈ സൈഡിലോട്ട് വരുവാണെങ്കിൽ ഇവിടെ റൈഡറിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഫുഡ് പെഗ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ പില്ലിയാണ് ചവിട്ടി കയറാൻ വേണ്ടി. അത് മാത്രമല്ല നമുക്ക് അമ്മമാരെ കൊണ്ടുപോയിട്ട് മസ്റ്റായിട്ടുള്ള സംഭവമാണ്. പ്രത്യേകിച്ച് ഒരു കമ്മ്യൂട്ടർ സെഗ്മെൻറ്റും കൂടെ ആകുമ്പോൾ എല്ലാ വണ്ടിയിലും ഇപ്പം മസ്റ്റായിട്ട് വേണ്ട സാധനമാണ് സാരി ഗാർഡ്. അത് നമ്മുടെ സേഫ്റ്റിയെ ബാധിക്കുന്ന ഒരു ഫീച്ചർ തന്നെയാണ്. പിന്നെ ഓപ്പൺ ചെയിനാണ് വരുന്നത്, ക്ലോസ്ഡ് ചെയിനല്ല. ചെയിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 1000 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ലൂബ് ചെയ്യേണ്ട ഒരു ചെയിൻ. അത്യാവശ്യം നല്ല പവറുള്ളൊരു ബൈക്കാണ്. കമ്പ്യൂട്ടർ സെഗ്മെൻ്റ് ആണെങ്കിൽ പോലും നല്ല പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. അതുകൊണ്ട് ചെയിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മളൊരു പീരിയോഡിക് സാധാ നമ്മളൊരു സ്പ്ലെൻഡർ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് മാത്രം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. പിന്നെ ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ ബാക്കിൽ 2 റിയർ ഇൻഡിക്കേറ്റർ, വേറെ ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് കൊടുക്കാനുള്ളൊരു ഇത്, പിന്നെ സൈഡിലൊരു റിഫ്ലക്ടർ, അതായത് വണ്ടി സൈഡിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ കാണാൻ വേണ്ടി. ബാക്കിൽ വരുവാണെങ്കിൽ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് പോലെ തന്നെ ബാക്കിൽ ഒരു LED ലൈറ്റാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ റിയർ സീറ്റ് ഓപ്പൺ ചെയ്യാനുള്ളൊരു ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇവൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂവും കാര്യങ്ങളും അതിൻ്റെ ഫീച്ചേഴ്സും എല്ലാം. അപ്പോൾ നമുക്കിതിൻ്റെ പ്രാക്ടിക്കാലിറ്റി നോക്കാം. ഈ വണ്ടിയിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് സീറ്റാണ്. ഇതിപ്പോൾ 2 ഓപ്ഷൻ അവൈലബിൾ ആണ്. ഒന്ന് സ്പ്ലിറ്റ് സീറ്റും ഒന്ന് സിംഗിൾ സീറ്റും. അപ്പോൾ നിങ്ങൾ കമ്മിറ്റഡ് ആണെങ്കിൽ സിംഗിൾ സീറ്റ് നോക്കുന്നതായിരിക്കും നല്ലത്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലും നിങ്ങൾക്ക് കെട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കാൻ പറ്റും. അല്ല നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഡബിൾ സീറ്റ് ഓപ്ഷൻ ആയിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ബെനിഫിറ്റും കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലോങ് റൈഡൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബാഗോ അല്ലെങ്കിൽ ബോക്സോ വെച്ച് കെട്ടിയിട്ട് ഇത് സെപ്പറേറ്റ് ആയിട്ടിരുന്നോളും. അത് പ്രത്യേകിച്ച് നമ്മളെ അഫക്റ്റ് ചെയ്തില്ല. അത് മാത്രമല്ല നല്ല വെയിറ്റുള്ള 2 പില്യൺ ഒക്കെ കയറുവാണെങ്കിൽ ഈ സീറ്റിൻ്റെ ഒരു കുഷ്യനിങ് എഫക്റ്റ് ഇവിടെ കിട്ടത്തില്ല. രണ്ടും സെപ്പറേറ്റ് സീറ്റാണെങ്കിൽ ഉള്ളൊരു ബെനിഫിറ്റാണ്. പക്ഷേ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട നമ്മുടെ കയ്യിലുള്ള പൈസയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് സിംഗിൾ സീറ്റിന് റേറ്റ് കുറവാണ്. അപ്പം അത് നമ്മുടെ ബഡ്ജറ്റ് പോലെ ഇരിക്കുന്നത്, അത് നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. പിന്നെ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് കേട്ടോ. പിന്നെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഗിയർ ലിവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡബിൾ സ്റ്റാൻഡ് വരുന്നുണ്ട് കേട്ടോ. അപ്പം
ഈ ഒരു സെഗ്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് ഡബിൾ സ്റ്റാൻഡ്. പിന്നെ നമുക്കിനി റിയർ സീറ്റ് ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റി നോക്കാം. അപ്പം റിയർ സീറ്റിൽ ഇവിടെ ഒരു കിഡിലൊരു ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കിഡിലൊരു കളർ കോമ്പോയിലാണ് കൊടുത്തേക്കുന്നത്. നല്ല സോഫ്റ്റാണ് ടച്ച് ചെയ്യാനൊക്കെ. അപ്പോൾ ഒരു നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോറേജ് നോക്കാം. അണ്ടർ സീറ്റ് സ്റ്റോറേജ് നോക്കാം. അണ്ടർ സീറ്റ് സ്റ്റോറേജ് നോക്കിയാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള അണ്ടർ സീറ്റ് സ്റ്റോറേജാണ് കൊടുത്തേക്കുന്നത്. അത് മാത്രമല്ല ഇത് ക്ലീൻ ചെയ്യാനൊക്കെ ഈസിയാണ് കേട്ടോ. നമ്മൾ അഥവാ എന്തെങ്കിലും ഫുഡോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇതിൽ വീണ് ഇതിൻ്റെ സ്പില്ലാക്കി നമുക്ക് തുടച്ച് മാറ്റാൻ എളുപ്പമാണ്. ഇവിടെ ഒരു പ്ലഗ് കൊടുത്തിട്ടുണ്ട്. വളരെ പ്രാക്ടിക്കലായിട്ട് യൂസബിളായിട്ടൊരു സ്റ്റോറേജ് സ്പേസാണ് കൊടുത്തത്. നമുക്കിൻ്റെ ഫ്രണ്ട് ടയേഴ്സ് നോക്കാം. ഒരു വണ്ടിയിൽ എൻജിൻ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടയേഴ്സ്. അപ്പം ഇവൻ്റെ ടയർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ 80-100 വരുന്നത് സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. കോമ്പി ബ്രേക്ക് സിസ്റ്റമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. കോമ്പി എന്ന് വെച്ചാൽ 2 ബ്രേക്ക് ഒരേപോലെ അപ്ലൈ ഇടാം. ആ കോമ്പി ബ്രേക്കിൻ്റെ ഒരു ലിവർ ബാക്കിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയർ ടയർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 190 ആണ്, 190 വരുന്നത്. വലിപ്പമുള്ള ടയറാണ് ബാക്കിൽ. അത് നല്ല കിടില ഒരു സ്പോർട്ട്നെസ് ഉള്ള ടയർ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് TVSൻ്റെ തന്നെ ടയറാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ നല്ല സ്പോർട്ടി ആയിട്ടുള്ള ഒരു സിൽവർ ബ്ലാക്ക് ഫിനിഷിലുള്ളൊരു സൈലൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു റിയർ പില്ലർ എന്നുള്ളൊരു ഫുഡ് പഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ TVSൻ്റെ ഒരു ലോഗോ എഞ്ചിനിൽ കൊടുത്തിട്ടുണ്ട്. റൈഡറിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രൊട്ടക്ടർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എക്സോസ്റ്റിൻ്റെ ഒരു പ്രൊട്ടക്ടർ, അതായത് കല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചാൽ നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാവാതിരിക്കാൻ ഒരു പ്രൊട്ടക്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ എഫിഷ്യൻസിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് അതിൻ്റെ കൂളിങ്. അപ്പോൾ ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 124cc 11 bhp വരുന്ന ഒരു എഞ്ചിനാണ് ഇതിൽ വരുന്നത്. നമ്മുടെ ഫുൾ കൂൾഡാണ്, അതായത് ഇവിടെ കുറച്ച് ഫിൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ എയർ ഫ്ലോ അകത്തോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എഞ്ചിൻ പെട്ടെന്ന് കൂൾഡാൻ ആകാൻ വേണ്ടിയിട്ട് എയർ ആൻഡ് ഓയിൽ കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം കുറേ ഫിൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ഇതൊരു ടൂറിംഗ് ബൈക്കാണെന്ന് വെച്ചാൽ ടൂറിംഗ് ബൈക്കല്ല, പക്ഷേ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് എത്ര ലോങ് ഓൾ ഇന്ത്യ ട്രിപ്പ് ആണെങ്കിലും അടിക്കാൻ പറ്റുന്നൊരു ബൈക്കാണ് കേട്ടോ. സോ പറയാൻ യൂസ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഞാൻ എൻ്റെ CT100 വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ CT100 കൊണ്ട് അത്യാവശ്യം നല്ല ലോങ് ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പവർ ഫിഗർ അല്ല ഇതിന് വരുന്നത്. നമുക്ക് ടൂർ പോകുമ്പോഴുള്ള മെയിൻ പ്രശ്നം വെച്ചാൽ മിനിമം ഒരു 80-90 ക്രൂസ് ചെയ്യാൻ പറ്റണം. അത് ഈസി ആയിട്ട് ഈ വണ്ടിക്ക് സാധിക്കും കേട്ടോ. ഷോക്ക് അബ്സർ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു ടെലിസ്കോപ്പിക് ഷോക്ക് അബ്സറാണ് വരുന്നത്. ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു മോണോ ഷോക്ക് സസ്പെൻഷൻ കേട്ടോ. സ്കൈസറും ബാക്കിൽ മോണോ ഷോക്കാണ്. അത് മാത്രമല്ല 5 സ്റ്റെപ്പ് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സസ്പെൻഷൻ കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഷോറൂമിൽ കൊണ്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് അത് സോഫ്റ്റ് ഹാർഡോ സ്മൂത്തോ എന്ത് വേണമെങ്കിലും ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു സസ്പെൻഷൻ കൂടെയാണ്. അത് ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് നമ്മുടെ ഈ വണ്ടിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. റൈഡ് ഹൈറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡ് ഹൈറ്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും വുമൺ റൈഡേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്താണ് TVS അങ്ങനെയും കൂടെ ചെയ്തിരിക്കുന്നത് എല്ലാ രീതിയിലും. അപ്പോൾ നിങ്ങൾ റൈഡിങ് ഒക്കെ താല്പര്യമുള്ള സ്ത്രീകളാണ്, നിങ്ങൾക്കൊരു സ്കൂട്ടറല്ല ഒരു ബൈക്ക് എടുക്കണം എന്നാൽ അത്യാവശ്യം നല്ല ഹാൻഡ്ലിങ്ങും പവർ മൈലേജ് ലുക്കുള്ളൊരു ബൈക്ക് വേണമെന്നുണ്ടെങ്കിൽ 200% റെക്കമെൻഡ് ചെയ്യുന്നൊരു വണ്ടിയാണ് കേട്ടോ TVS ആയാലും. നിങ്ങൾക്ക് ബൈക്ക് ഓടിക്കുകയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ഓടിച്ച് നോക്കണം. കാരണം നമ്മളൊരു സ്കൂട്ടർ ഓടിക്കുന്ന പോലൊരു ഫീലേ അല്ല. എൻടോർക്ക് വെച്ചൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് ഫ്ലാറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കാണ്. മാത്രമല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിന് വെയിറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 123 കിലോ മാത്രമേ ഉള്ളൂ. അതായത് ഇതിൻ്റെ പവർ ഫിഗേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഇത് 11.2 bhp വരുന്നൊരു എഞ്ചിനാണ്. അതിൽ 123 കിലോ എന്ന് പറയുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എഞ്ചിനാണ് വണ്ടിയാണ്. അപ്പം ഇതൊരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ എൻ്റെ CT100 പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 114-15 കിലോ വരും വണ്ടി. അതിൻ്റെ പവർ വരുന്നത് വെച്ചാൽ 7 bhp ആണ്. അപ്പം ഇത് 121 കിലോയിൽ 11.2 bhp എന്ന് പറയുന്നത് അപാര പവർ ഫിഗർ തന്നെയാണ്. അത് മാത്രമല്ല ഇതിൻ്റെ എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റും TVSൻ്റെ ഹാൻഡിലിങ്ങും എല്ലാം കൂടെ കൂടി ചേരുമ്പോൾ ഇതൊരു കിടിലം കോംബോ തന്നെയാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല മൈലേജ് വരുന്നുണ്ട്. ഇതിൻ്റെ മൈലേജ് പറയുകയാണെങ്കിൽ സിറ്റിയിൽ ഈസി ആയിട്ട് ഒരു 56 തൊട്ട് ഒരു 60 റേഞ്ചിനകത്ത് കിട്ടും ഈസി ആയിട്ട് ട്രാഫിക്കിലാണെങ്കിൽ പോലും. പിന്നെ ഹൈവേ നോക്കുകയാണെങ്കിൽ ഹൈവേയിൽ നല്ല മൈലേജ് വരും. കമ്പനി ക്ലെയിം ചെയ്യുന്ന 67 km/ലിറ്റർ മൈലേജ്. അപ്പോൾ നിങ്ങൾക്ക് കോളേജിൽ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, അപ്പോൾ അത്യാവശ്യം നല്ല ലുക്ക് മാത്രമല്ല നല്ല മൈലേജും തരുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു ഡെലിവറി ജോലിക്ക് നമുക്ക് പോകണമെങ്കിൽ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ വെച്ചാൽ നമ്മുടെ വണ്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മുടെ ഒരു ബെസ്റ്റ് പാർട്ട്ണറും കൂടെ ആയിരിക്കും. അങ്ങനെ പറയാൻ ഞാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഞാൻ R15 പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫാക്ടറി കാരണം നമ്മുടെ കൂടെ ഉള്ളവർക്ക് വേറെ പല വണ്ടികളും കാരണം അവർക്ക് ഈ ജോലിക്ക് ഇറങ്ങാൻ പറ്റാതെ ഇരിക്കുകയും അവർക്കൊരു വരുമാന മാർഗ്ഗം നഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ എനിക്ക് R15 കൊണ്ട് അങ്ങോട്ട് ബുദ്ധിമുട്ടുണ്ടായില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഇത് അതിൻ്റെ ഇരട്ടി മൈലേജും കാര്യങ്ങളും ഉണ്ട്. ഇരട്ടി എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ 10% കൂടുതലുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു കിടിലൻ പാക്കേജ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് TVSൻ്റെ ഒരു R15 തന്നെയാണ് ഈ വണ്ടി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഓൺ പേപ്പറിലുള്ള സ്പെക്കും കാര്യങ്ങളും ഫീച്ചേഴ്സും എല്ലാം. അറ്റ്ലീസ്റ്റ് എല്ലാ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയിൽ മസ്റ്റായിട്ട് വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഒരു ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് എങ്കിലും അറ്റ്ലീസ്റ്റ്
കാരണം എന്താണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സിറ്റി കണ്ടറിലൊക്കെ ഡ്രം ബേക്കും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഒരു 60-50 പോയി ചവിട്ടിയാൽ പോലും സഡൻ ചവിട്ടി നമുക്ക് നിർത്താൻ പറ്റത്തില്ല, ഇടിച്ച് നിർത്താൻ എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ. പക്ഷേ ഈ വണ്ടിയിൽ അങ്ങനെ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈവൻറ്റോ നമുക്ക് ഫ്രണ്ടിൽ ഈ വണ്ടി ഡിസ്ക് വരുന്നുണ്ട്, ഡ്രം വരുന്ന മോഡലാണെങ്കിൽ പോലും കോമ്പി ബ്രേക്ക് ആയതുകൊണ്ട് നമ്മൾ അറിയാതെ ഫ്രണ്ട് നിർത്തം പിടിച്ചാൽ പോലും ബാക്കും അപ്ലൈഡ് ആവും കേട്ടോ. അങ്ങനെ ഒരു പ്ലസ് പോയിന്റും കൂടെ വരുന്നുണ്ട്. നമുക്ക് വണ്ടി എന്തായാലും ഓടിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ സ്വിച്ചും കാര്യങ്ങളൊന്നും ജസ്റ്റ് നമ്മൾ ഞെക്കിയാൽ തന്നെ വണ്ടി സ്റ്റാർട്ടാകും കേട്ടോ. ആദ്യമായിട്ട് TVSന്റെ വണ്ടികളിൽ തന്നെ ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ മോട്ടർ വരുന്ന ഈ വണ്ടിയിലാണ് കേട്ടോ, നമ്മുടെ റൈഡറിലാണ്. അതായത് എഞ്ചിൻ സ്റ്റാർട്ട് കിൽ സ്വിച്ച് ഒന്നുമില്ല, വളരെ പെട്ടെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല സെൽഫിൻ്റെ ഒരു സൗണ്ടും കാര്യങ്ങളും വളരെ സ്മൂത്താണ് കേട്ടോ, വളരെ റിഫൈൻഡ് ആയിട്ടുള്ള സൗണ്ടാണ്. നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടും കൂടെ കേൾക്കാം. ജസ്റ്റ് വളരെ റിഫൈൻഡ് ആയിട്ടുള്ള സൗണ്ട് തന്നെ കേട്ടോ, ഇരപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഒരാളുടെ ഇപ്പോൾ നോട്ടിൽ നടക്കുന്ന ഒരു ഗിയർ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോട്ടിച്ച് നോക്കാം. ഇപ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ക്ലച്ചും അതുപോലത്തെ ഗിയർ ബോക്സും ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. രണ്ടും ഒരു കിടിലം കോംബോ പോലെ വർക്ക് ചെയ്യുന്ന ഒരു ക്ലച്ചും ഗിയർ ബോക്സ് ആണ് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ. ഇപ്പോൾ നമ്മൾ ആൾറെഡി 4th ഗിയറിലാണ്, ഏകദേശം ഒരു 30 കിലോമീറ്റർ സ്പീഡിലേക്ക് പോകുന്നത്. എന്നിട്ട് പോലും വൈബ്രേഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. നിങ്ങൾക്ക് ആണ്ട് ഈ മിററിൽ നോക്കിയാൽ തന്നെ അറിയാം ഏകദേശം വൈബ്രേഷൻസ് ഉണ്ടെങ്കിൽ തന്നെ. വളരെ സ്മൂത്തും റിഫൈൻഡ് ആയിട്ടുള്ളൊരു TVSൻ്റെ ഒരു എഞ്ചിനാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഈ റൈഡറിൽ. പിന്നെ നമ്മൾ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ആൾറെഡി ഇതിലൊരു ഗിയർ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള റൈഡറാണെങ്കിൽ നമുക്ക് ചില സമയത്ത് ഒരു കൺഫ്യൂഷൻ വരും നമ്മൾ ഏത് ഗിയറിലാണ് കിടക്കുന്നത് എന്നുള്ളത്. പിന്നെ ലേഡീസിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഈ ഗിയർ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ചെറിയൊരു ഓപ്പൺ റോഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബൈക്ക് ഇപ്പം പവർ മോഡിലാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ എക്കോ ഉണ്ട്, പിന്നെ എക്കോയിലാണ്. നമുക്കൊന്ന് പവറിൽ ഇട്ട് നോക്കാം. അപ്പോൾ പവറും എക്കോയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ അധികം പുഷ് ചെയ്യുന്നില്ല, കാരണം ഇത് നമ്മുടെ എന്താ പറയുക ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ്, അതുകൊണ്ട് നമ്മളധികം പുഷ് ചെയ്യുന്നില്ല, പുതിയ ബൈക്ക് ആയതുകൊണ്ട്. അപ്പോൾ എന്താ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്കോ മോഡിൽ ഇടുവാണെങ്കിൽ നമ്മുടെ RPM ഒന്ന് ലിമിറ്റ് ചെയ്യും. പിന്നെ TVS ക്ലെയിം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്കോ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ അതായത് 3% അധികം ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുമെന്നാണ് TVS ക്ലെയിം ചെയ്യുന്നത്. അതിന് കാരണമുണ്ട്. എന്ത് കാരണം എന്ന് എന്നോട് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു കാരണം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത് ഇത് എപ്പോഴും പവർ മോഡിൽ ഇട്ട് തന്നെ ഓട്ടിക്കാനാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എക്കോ മോഡിൽ ഇടുവാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ അതായത് ഓട്ടോമാറ്റിക് ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം വർക്ക് ആവത്തുള്ളൂ. അതായത് പവർ മോഡിൽ ഇടുവാണെങ്കിൽ നമുക്ക് വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ട്രാഫിക്കിലെത്തുമ്പോൾ ഓഫ് ആവുന്ന ഒരു ഫീച്ചർ കട്ട് ചെയ്തേക്കുവാണ്. അതുകൊണ്ടാണ് ഈ 3% മോർ ഫ്യൂൽ എഫിഷ്യൻസി എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ RPM കട്ട് ചെയ്തിട്ടുണ്ട്. ആൾറെഡി ഒരു 7000 ഒക്കെ ആകുമ്പോൾ RPM കട്ടാവും എക്കോ മോഡിൽ. അത് നമുക്ക് റെഡ് ലൈൻ അടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് എക്കോ മോഡിൽ 3% കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്ന TVS ക്ലെയിം ചെയ്യുന്നത്. പിന്നെ ഗിയർ ബോക്സ് പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ബോക്സ് ആണ്. അതുപോലെ തന്നെ നല്ല കിടിലൊരു ക്ലച്ചും കൂടാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതിന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇതുവരെ എനിക്ക് റൈഡ് ചെയ്ത് ഫീൽ ഇല്ല. അത് മാത്രമല്ല ഈ വണ്ടി നമ്മൾ വണ്ടി കയറിയിട്ട് നമ്മൾ റൈഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ നോട്ടീസ് ഫീച്ചർ എന്ന് വെച്ചാൽ ഇവൻ്റെ ഈ ടാങ്ക് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു സ്പോർട്ടിനെസ് ഒരു സെക്സി ഫീലും ഒന്നും വേറെ ഒരു വണ്ടിക്ക് ഈ സെഗ്മെൻറ്റിൽ തരാൻ പറ്റില്ല. അത് മാത്രമല്ല ഇത്രയും ബാൻഡ് വിട്ടുള്ള ഒരു RPM-ഉം പവറും തരുന്ന ഒരു വണ്ടി 125 cc വേറെ ഇല്ലയെന്ന് പറയാം. എനിക്ക് ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി കഴിയുമ്പോൾ മാത്രമേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളും പറയുകയാണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ് വരുന്നത്. ഫ്രണ്ടിൽ ഒരു ടെലിസ്കോപ്പിക് സസ്പെൻഷനും ബാക്കിൽ 5 സെറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോക്കാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ സസ്പെൻഷൻ ഷോറൂമിൽ കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും, സ്മൂത്തോ ഹാർഡോ. ഇപ്പോൾ അത് പ്രീലോഡായിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ വളരെ കിടിലം ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള അതായത് സിറ്റിക്കും നമുക്ക് ഹൈവേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ നമുക്ക് 5th ഗിയറിൽ തന്നെ നമ്മൾ ഒന്ന് പുഷ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വണ്ടി കയറുന്നുണ്ട് കേട്ടോ. നമുക്ക് സ്പീഡ് കാണാൻ പറ്റില്ല, കാരണം സ്പീഡോമീറ്റർ കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നല്ല പവറും എല്ലാം വരുന്നൊരു കമ്പൈൻഡ് ആയിട്ടുള്ള കിടിലം പാക്കേജാണ് TVS റൈഡർ. എസ്പെഷ്യലി നമുക്ക് നല്ല അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു മൈലേജ് ഈ വണ്ടി തരുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ 10 ലിറ്റർ ടാങ്കിൽ നമ്മൾ ഫുൾ ടാങ്ക് അടിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈസി ആയിട്ട് 500 കിലോമീറ്റർ മേളിൽ ഓടും. അത് തന്നെ നമുക്ക് ധാരാളമാണ് കേട്ടോ. ഇപ്പോൾ ഡെലിവറിക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു തിങ്കളാഴ്ച അടിച്ച ശനിയാഴ്ച ആകുമ്പോൾ തീരുന്ന രീതിയിലാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സൈഡ് സ്റ്റാൻഡ് ഇട്ട് നോക്കാം, എഞ്ചിൻ കട്ട് ഓഫ് ആകുമോ നോക്കാം. കണ്ടോ, സൈഡ് സ്റ്റാൻഡ് ഇട്ടപ്പോൾ തന്നെ നമ്മൾ വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫ് ആകും. അതൊരു സേഫ്റ്റി ഫീച്ചറാണ് വരുന്നത്. ഓട്ടോമാറ്റിക് സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചറാണ്. അത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടൊരു ഫീച്ചറാണ്. സ്പെഷ്യലി നമുക്ക് ഡെലിവറി ബോയ്സിന്, അതായത് നമ്മൾ വണ്ടി ഓഫ് ആക്കാൻ നിൽക്കേണ്ടത് നമ്മളൊരു ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സൈഡ് സ്റ്റാൻഡ് തട്ടിക്കഴിഞ്ഞാൽ തന്നെ വണ്ടി കട്ട് ഓഫ് ആകും കേട്ടോ, എഞ്ചിൻ കട്ട് ഓഫ്. അതും ഈ സെഗ്മെന്റിൽ ഫസ്റ്റ് കൊണ്ടുവരുന്ന TVS റൈഡറിൽ തന്നെയാണ്.
ഇനി നമുക്ക് ഗിയറിലാണെങ്കിൽ ക്ലച്ച് പിടിച്ച് തന്നെ ജസ്റ്റ് നോർമലി സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എക്കോ മോഡിൽ തന്നെ അത്യാവശ്യം ഞാനിപ്പോൾ എക്കോ മോഡിൽ നടക്കുന്നത്, അത്യാവശ്യം നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും കേട്ടോ. ഫുൾ റെഡ് ലൈൻ അടിക്കാൻ പറ്റത്തില്ല എന്നാൽ അത്യാവശ്യം നല്ല പവറൊക്കെ തരുന്നുള്ളൊരു മോഡലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഫീച്ചേഴ്സ് അറിയാത്തവരാരും കാണത്തില്ല. പക്ഷേ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും എക്കോ മോഡിലായിരിക്കും കേട്ടോ വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു 7000 RPM ഒക്കെ ആകുമ്പോൾ വണ്ടി പവർ കുറവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വണ്ടി എക്കോ മോഡിലാണ്. അപ്പോൾ അത് നിങ്ങൾ സ്വിച്ച് ചെയ്ത് കൊടുക്കുക. ഇത്രയൊക്കെയാണ് ഈ വണ്ടിയുടെ റൈഡിങ്ങും ഹാൻഡ്ലിങ്ങും കംഫോർട്ടൊക്കെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ. പിന്നെ TVS ബൈക്കിൻ്റെ ഹാൻഡ്ലിങ് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡെക്കാർ റാലി ലോഞ്ച് ചെയ്തത് തന്നെ TVS ആണ് കേട്ടോ. അപ്പം പ്രത്യേകിച്ച് നമ്മളെടുത്ത് പറയേണ്ടല്ലോ അവരുടെ ഹാൻഡ്ലിങ്ങും ഒരു പെർഫോമൻസും ഒക്കെ. അങ്ങനെ പിന്നെ TVS ഒരുപാട് ഇന്ത്യയിൽ സ്പോർട്സ് ഈവൻറ്റ്സിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കിടിലൻ കമ്പനിയാണ്. അപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ 125cc സെഗ്മെന്റിൽ ഏത് ബൈക്ക് എടുക്കണം റെക്കമെൻഡ് ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും TVS റൈഡർ തന്നെ റെക്കമെൻഡ് ചെയ്യും. ഈ പാർട്ട്ണർ എന്ന നിലയ്ക്ക് ഞാൻ ഈ വണ്ടിക്ക് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ഡീപ്പ് റേറ്റിംഗ് എന്ന് പറയുന്നത് ഇവനൊരു 90 ആയിരിക്കും കേട്ടോ. 100ൽ ഞാൻ ഒരു 90 റേറ്റിംഗ് ആയിരിക്കും കൊടുക്കുക. പിന്നെ ഈ ബൈക്കിൻ്റെ സർവീസ് കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 800 തൊട്ട് 1000 രൂപ വരെ സർവീസ് കോസ്റ്റ് വരുന്നത്. കാരണം അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്. ഇപ്പോൾ ഇതിൻ്റെ ഓയിൽ വരുന്നത് വെച്ചാൽ 10W30 ആണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു പെർഫോമൻസ് ഉള്ള ഓയിലൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എഞ്ചിനാണ്. ഇനിയിപ്പോൾ ഈ വണ്ടിയുടെ വില നോക്കുകയാണെങ്കിൽ ഏകദേശം 130 ഈ വണ്ടിയുടെ വില വരുന്നത് ഓൺ റോഡ്. ഇനിയിപ്പോൾ നമ്മൾ ഷോറൂമിൽ ചെല്ലുവാണെങ്കിൽ അവർ അഡീഷണൽ ഓഫേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് തരുന്നതായിരിക്കും. അപ്പം 130 ഈ വണ്ടി ഒരു വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജോലി വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ അത്യാവശ്യം ഒരു ഓർഡറുള്ള സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. തിരുവനന്തപുരം എറണാകുളം പോലുള്ള സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ അവിടെ റെന്റ് കൊടുത്ത് താമസിക്കുകയാണെങ്കിൽ പോലും ഈസി ആയിട്ട് 1 വർഷം കൊണ്ട് നമുക്ക് ഈ എമൗണ്ട് തിരിച്ചു പിടിക്കാവുന്നേ ഉള്ളൂ. അത് 100% ഉറപ്പാണ്. പിന്നെ TVS റൈഡേഴ്സിന് മാത്രം വേണ്ടിയിട്ട് ഒരുപാട് ഈവൻസുകൾ ഇന്ത്യയിൽ പല ഭാഗത്തായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് എസ്പെഷ്യലി വുമൺ റൈഡേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട്, അതായത് ഫീമെയിൽ റേസിംഗ് ചാമ്പ്യൻഷിപ്പും കപ്പുകളും കാര്യങ്ങളും എല്ലാം TVS ബൈക്ക് ഓണേഴ്സിന് മാത്രം വേണ്ടിയിട്ടുള്ള കുറേ ഈവൻറ്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങൾ ഒരു വണ്ടി എടുക്കാൻ നോക്കുകയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു വണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് TVS റൈഡർ തന്നെയാണ്. ഇതിലെ പെട്രോൾ ടാങ്കിന്റെ മേളിൽ E20 എന്ന് എഴുതിയിരിക്കുന്ന സിമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ BS6 വേരിയന്റിലുള്ള പെട്രോൾ നമ്മുടെ വണ്ടിയിൽ യൂസ് ചെയ്യാമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഞാൻ ചെയ്യുന്ന നമ്മുടെ ആദ്യത്തെ വണ്ടിയുടെ റിവ്യൂ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ക്ഷമിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻസോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ദിവസത്തെ വീഡിയോയുടെ വിശേഷങ്ങളും കാര്യങ്ങളും. നമുക്ക് ഇന്ന് നമ്മുടെ കൂടെ ഇത്ര നേരം നിന്ന് നമുക്ക് വണ്ടി പ്രൊവൈഡ് ചെയ്ത SS TVSനും കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബൈ. You get beat up, bullied, and dumped on. We gon' leave you beat up, bullied, and dumped on. We said we only rock with Mavericks. If you a clone, then step off the canvas. Lest you get beat up, bullied, and dumped on. We gon' leave you beat up, bullied, and dumped on. Excellently, it was pressing to me. Descended from the parents, I inherited 3.